ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇത്തിരി ഗൗരവമുള്ള ടോപ്പിക്കാണ്. ദ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ്. ഒരു നെവർ എൻഡിങ് ടോപ്പിക്. റീസെൻ്റ്ലി ഈ ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അമല ഷാജിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അഡ്വക്കേറ്റ് വിഘ്നേഷ് മുത്തുകുമാറിൻ്റെ പോഡ്കാസ്റ്റിൽ പുള്ളിയുടെ ഒരു ക്ലയൻറ്റ് വന്നിരുന്ന് പറയുന്ന വിവരങ്ങളാണ്. അവർ അമല ഷാജിക്കും അമല ഷാജി പ്രൊമോട്ട് ചെയ്ത് 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റഗ്രാം പേജസിനും എതിരെ ലീഗൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ്. അതായത് വിഷയം ഇതാണ്: അമല ഷാജി സ്റ്റോറി ഇട്ട് പ്രൊമോട്ട് ചെയ്ത് 2 ഇൻവെസ്റ്റ്മെൻറ്റ് സൈറ്റ്സ് അല്ലെങ്കിൽ പേജസ് വിശ്വസിച്ച് ഈ പുള്ളിയുടെ ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് 41,500 rupees. ക്യാൻ യു ഇമാജിൻ? എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ വിഷയം, 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1 മണിക്കൂറിനുള്ളിൽ 10,000 രൂപയെ അത് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം കൊണ്ട് എല്ലാവരും കോടീശ്വരന്മാരാവാലോ. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1 മണിക്കൂറിൽ 10,000 രൂപ കിട്ടും. ആ 10,000 രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത 1 അവറിൽ ലക്ഷങ്ങൾ കിട്ടും. ആ ലക്ഷങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കോടികൾ കിട്ടും. ഒരു ദിവസം കൊണ്ട് തന്നെ കോടീശ്വരന്മാരാവുമല്ലോ. പിന്നെ നമുക്കൊരു ജോലിക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? പറ്റിക്കപ്പെടാനായി നിങ്ങൾ നിന്നു കൊടുക്കുന്നവരെ നിങ്ങളെ പറ്റിക്കാനും ആളുകളുണ്ടാവും. പറ്റിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അത്യാഗ്രഹം എന്തിനാണ്? ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അതൊരു അത്യാഗ്രഹമല്ലേ? ഈ ഒരു പുള്ളിയുടെ കേസ് തന്നെ എടുത്തു നോക്കൂ. 41,500 ആണ് ഒരു സ്റ്റോറി കണ്ടതിൻ്റെ പേരിൽ പുള്ളി അയച്ചു കൊടുത്തത്. ഈ പൈസ ഉണ്ടാക്കുന്ന പുള്ളി എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും, എത്ര ദിവസം എടുത്ത് കാണും എന്ന് വെച്ചാൽ നമുക്ക് ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അത്യാഗ്രഹമാണ് എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പിന്നെ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസിക് റിസർച്ച് നടത്തില്ലേ? ഒരു പേജിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതോ ഇഷ്ടപ്പെടുന്നതോ ആരോ ആയിക്കോട്ടെ, ഒരു പേജിൽ അവർ പോസ്റ്റ് ചെയ്തു എന്ന് കണ്ട് ബ്ലൈൻഡായി കയറി നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? പൈസ പോയാൽ അത് നമുക്ക് മാത്രമല്ലേ നഷ്ടം? എന്തായാലും പുള്ളി ഇപ്പോൾ പറയുന്നത് അമല ഷാജിക്കെതിരെയും ഒരു ലീഗൽ നോട്ടീസ് അയക്കാൻ പോവുകയാണ് അണ്ടർ സെക്ഷൻ 89 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് എ കസ്റ്റമർ. പക്ഷെ അതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവുമോ? ഇനിയും ഇതുപോലെ പറ്റിക്കപ്പെടാൻ ആളുകൾ നിന്ന് തന്നെ കൊടുക്കുമല്ലേ? നമ്മുടെ സെലിബ്രിറ്റീസ് എന്തിട്ടാലും ബ്ലൈൻഡായി ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എത്രയോ പേര് തയ്യാറായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതൊരു വ്യക്തിയാണ്. ഇതുപോലെ എത്ര ആളുകൾ ആ ഒരു സ്റ്റോറി കണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും? ആർക്കറിയാം? ഇയാൾ മുന്നോട്ട് വന്ന് അയാളുടെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്കറിഞ്ഞു. പിന്നെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ഒട്ടും ഒരു അറിവില്ലാതിരിക്കുമോ? 1 മണിക്കൂറിൽ 10,000 rupees ആയിട്ട് 1000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെ ആയിരിക്കില്ലേ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക? ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് ചെയ്യുന്നൊരു കുറ്റം. അതുകൊണ്ട് തന്നെ അവരെ പറ്റിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നിങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടോ അവരെ മിസ്ലീഡ് ചെയ്യരുത്. കാരണം അവർ ആ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേരിലുള്ള ട്രസ്റ്റ് കൊണ്ടായിരിക്കും അവർ ബ്ലൈൻഡായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന് നിങ്ങളൊരു കാരണമായി മാറരുത്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ ഏർണിംഗ് മണി. നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബോധം വേണം. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു ബേസിക് റിസർച്ച് എങ്കിലും നടത്തുക. പിന്നെ നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം, ഫോർ ഗോഡ് സേക്ക്, പ്ലീസ് ഡോണ്ട് ഫോളോ ദം ബ്ലൈൻഡ്ലി. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നവരേക്കും ബൈ.